ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 239 ദിവസം. സൂറത്തുൽ ബഖറ 229. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. വിവാഹമോചനം 2 വട്ടമാകുന്നു. അനന്തരം ഭാര്യയെ ന്യായമായ രീതിയിൽ നിലനിർത്തുകയോ ഭംഗിയായി പിരിച്ചയക്കുകയോ ചെയ്യേണ്ടതാകുന്നു. പിരിച്ചയക്കുമ്പോൾ നേരത്തെ നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങുന്നത് അനുവദനീയമല്ല. ദമ്പതികൾ ഇരുവരും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാൻ സാധിക്കുകയില്ലെന്ന് ആശങ്കിച്ചാലൊഴിച്ച്. ഇനി ഇരുകൂട്ടർക്കും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അപ്പോൾ സ്ത്രീ തൻ്റെ ഭർത്താവിന് വല്ലതും പ്രതിഫലം നൽകി വിവാഹമോചനം നേടുന്നതിൽ ഇരുകൂട്ടർക്കും കുറ്റമില്ല. അവ അള്ളാഹു നിശ്ചയിച്ച നിയമപരിധികളത്രേ. അവയെ ലംഘിക്കാതിരിക്കുവിൻ. ദൈവിക നിയമങ്ങളെ ലംഘിക്കുന്നവർ അക്രമികൾ തന്നെയാകുന്നു. വിവാഹമോചനം 2 വട്ടമാകുന്നു എന്ന് പറഞ്ഞത് ഭാര്യയെ തിരിച്ചെടുക്കാവുന്ന വിധത്തിലുള്ള വിവാഹമോചനമാണ്. വിവാഹമോചനത്തിൻ്റെ ശരിയായ രൂപം ഇതാണ്. ബന്ധം നിലനിർത്താൻ സാധ്യമല്ല എന്ന് തീരുമാനിച്ചാൽ ഒരു ത്വലാഖ് ചെയ്യുക. അനന്തരം ഇദ്ദ കഴിയുന്നതുവരെ സ്ത്രീയെ സ്വന്തം വീട്ടിൽ തന്നെ പാർപ്പിക്കണം. അവൾക്ക് ചെലവിന് കൊടുക്കേണ്ടതും അയാൾ തന്നെ. ഈ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ഭർത്താവിന് ഭാര്യയെ വീണ്ടും സ്വീകരിക്കാം. പുനഃസ്വീകരണത്തെ കുറിക്കുന്ന വാക്കുകൊണ്ടോ ലൈംഗിക ബന്ധം കൊണ്ടോ അത് സാധിക്കുന്നതാണ്. എന്നാൽ വീണ്ടും ഭാര്യയായി സ്വീകരിക്കാൻ ഉദ്ദേശമില്ലാതെ ഇദ്ദാകാലത്ത് വിവാഹമുക്തയുമായി ശൃംഗരിക്കാനോ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാനോ പാടില്ല. ഇദ്ദാകാലം അവസാനിക്കുന്നതുവരെ ബന്ധം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പിന്നെ അവളെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അനന്തരം അവൾ വേറെ വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് മുൻ ഭർത്താവിന് തന്നെ വേണമെങ്കിൽ അവളെ പുനർവിവാഹം ചെയ്യാവുന്നതാണ്. ആദ്യ നിക്കാഹ് പോലെ തന്നെ സ്ത്രീയുടെ രക്ഷിതാവും സാക്ഷികളും വിവാഹമൂല്യവുമൊക്കെ ഈ നിക്കാഹിലും പ്രസക്തമാകുന്നു. ഇങ്ങനെ ഇദ്ദാകാലത്തോ ഇദ്ദക്ക് ശേഷമോ തിരിച്ചെടുത്ത ഭാര്യയുമായി പിന്നെ ബന്ധം വഷളാവുകയും വിവാഹമോചനത്തിലെത്തുകയും ചെയ്താൽ അപ്പോഴും ഒരു ത്വലാഖ് ചെയ്യാം. ഇദ്ദാകാലത്ത് തിരിച്ചെടുക്കാനും ഇദ്ദക്ക് ശേഷം പുനർവിവാഹം ചെയ്യാനും അപ്പോഴും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ആ സ്വാതന്ത്ര്യവും ഉപയോഗിച്ച ശേഷം മൂന്നാമതും വിവാഹമോചനം നടക്കുകയാണെങ്കിൽ പിന്നെ ഇദ്ദാകാലത്ത് അവളെ തിരിച്ചെടുക്കാനും ഇദ്ദക്ക് ശേഷം പുനർവിവാഹം ചെയ്യാനും അനുവാദമില്ല. സ്ത്രീ പുരുഷന്മാരുടെ സ്വഭാവ വൈരുദ്ധ്യങ്ങൾ മൂലം അവർക്ക് ഒന്നിച്ചു ജീവിക്കാൻ അസാധ്യമായി വരാം. അപ്പോൾ വിവാഹമോചനമല്ലാതെ മാർഗമുണ്ടാവില്ല. ചിലപ്പോൾ പെട്ടെന്നുള്ള പ്രകോപനത്താലോ തെറ്റിദ്ധാരണയാലോ ദമ്പതികൾ വേർപെടാൻ തീരുമാനിച്ചുവെന്നും വരാം. പിന്നീട് തെറ്റിദ്ധാരണകൾ നീങ്ങുകയോ ഒരു പുനരാലോചനയിൽ വീണ്ടും ഒന്നിക്കുന്നതിൻ്റെ മെച്ചങ്ങൾ ബോധ്യപ്പെടുകയോ ചെയ്യാം. അത്തരം സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇദ്ദാകാലം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വിവാഹമോചനവും തിരിച്ചെടുക്കലും അവിരാമം തുടരാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. തിരിച്ചെടുക്കുവാനുള്ള 2 അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരു തീരുമാനമെടുക്കണം. ഒന്നുകിൽ അവളെ ജീവിത സഖിയാക്കി മാന്യമായി കൂടെ പൊറുപ്പിക്കുക, അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ പറഞ്ഞുവിടുക.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.